പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായെ 8 മണിയിലേക്ക് വിട്ടവരെ, 25 നോയമ്പിലെ 5-ാം ദിവസം നമ്മൾ ഒരുമിച്ച് കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യേശു മറുപടി പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം ഈ നോയമ്പ് കാലത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം, നമുക്ക് നമ്മുടെ കർത്താവായ യേശു മിശിഹായോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞായി ജീവിക്കണം, കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ജീവിക്കണം. കർത്താവിന് വേണ്ടി മാത്രം ഈ ലോകത്തിൽ ഞാൻ കടന്നു വന്ന വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കണം. കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിൽ പരീക്ഷണ കാലഘട്ടത്തിൽ പോലും കർത്താവായ യേശു മിശിഹ എന്തൊക്കെ കാണിച്ചിട്ടും എനിക്കെൻ്റെ പിതാവ് മാത്രം മതി എന്ന ഒരു മനോഭാവമായിരുന്നു. അതേ മനോഭാവം നമുക്കും ഉണ്ടാവണം. ഈ ലോകത്തിൽ എന്തൊക്കെ വന്നാലും, നമുക്ക് എത്ര അധികം ലഭിച്ചാലും, നമ്മൾ ഒരിക്കലും കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ പാതയിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. കർത്താവിനെ മാത്രം നമ്മൾ സ്വീകരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. 2ാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൂർവ്വപിതാക്കരായ ആദവും ഹവ്വയ്ക്കും പാപം ചെയ്തതുപോലെ, തെറ്റുപറ്റിയതുപോലെ ഈ ലോകത്തിൽ അനേകം വ്യക്തികൾ നമ്മളെയും പാപത്തിൽ വീഴ്ത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ അവരുടെ പാപത്തിലൊന്നും വീഴാതെ പ്രാർത്ഥനയോടെ യേശു വരാൻ പോകുന്നു. ആ വിശുദ്ധിയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ബാലനായ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് നമ്മളെ തന്നെ ഈശോയിലേക്ക് സമർപ്പിക്കാം. പാപത്തിൽ നിന്നും നമ്മൾ അകന്നുപോയി വിശുദ്ധിയിൽ ജീവിക്കാം. ഈ 25 നോയമ്പ് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.